നമസ്കാരം. അമേരിക്കയിലെ ഇന്ത്യക്കാർക്ക് കനത്ത തിരിച്ചടിയാകുന്ന നിയമനിർമ്മാണത്തിന് ഒരുങ്ങുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയിൽ നിന്ന് മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പണം അയക്കുമ്പോൾ ഇനി മുതൽ 5% നികുതി ചുമത്താനാണ് ട്രംപിന്റെ തീരുമാനം. 25 ലക്ഷത്തിലേറെ ഇന്ത്യക്കാർ അമേരിക്കയിൽ ജോലി ചെയ്യുന്നതായാണ് കണക്ക്. ഇവർ ഓരോ വർഷവും $2300 കോടി ഇന്ത്യക്കാർ നാട്ടിലേക്ക് അയക്കുന്നു എന്നതാണ് കണക്ക്. ഇതിൽ 5% നികുതി വന്നാൽ അത് ഇന്ത്യക്ക് കനത്ത തിരിച്ചടിയാകും. ഈ മാസം തന്നെ ബില്ല് പാസാക്കി നിയമമാക്കാനാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കം. പണം നാട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന കേന്ദ്രത്തിൽ തന്നെ ഈ നികുതി ഈടാക്കും. അമേരിക്കയിൽ തൊഴിലെടുക്കാൻ അനുവദിക്കുന്ന H-1B വിസ, ഗ്രീൻ കാർഡ് ഉടമകൾ തുടങ്ങിയവർക്കും പുതിയ നികുതി നിർദ്ദേശം ബാധകമായേക്കും. നികുതി വിധേയമായ പണം അയക്കലിന് കുറഞ്ഞ പരിധിയില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് ചെറിയ തുക അയച്ചാൽ പോലും 5% നികുതി നൽകേണ്ടി വരും. പ്രവാസികളുടെ പണം പ്രധാന വരുമാനമായ രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ഈ വർഷം ജൂണിലോ ജൂലൈയിലോ നിയമ പ്രാബല്യത്തിലാകുമെന്നാണ് സൂചനകൾ. നിയമം നടപ്പിലാക്കും മുമ്പ് അമേരിക്കയിലെ പ്രവാസികൾ വലിയ തോതിൽ പണം നാട്ടിലേക്ക് അയക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്കു പ്രകാരം ഏകദേശം 45 ലക്ഷം ഇന്ത്യക്കാരാണ് US-ലുള്ളത്. 2023-24 സാമ്പത്തിക വർഷം മാത്രം ഇവർ ഇന്ത്യയിലേക്ക് അയച്ചത് ഏകദേശം $3200 കോടി ആണ്. അതായത് 2.7 ലക്ഷം കോടി രൂപയോളം. ലോകബാങ്കിന്റെ 2024 കണക്കു പ്രകാരം ലോകമെമ്പാടുമുള്ള പ്രവാസികളാകെ 12910 കോടി ആണ്. അതായത് ഏകദേശം 10.84 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയിലേക്ക് അയച്ചത്. ഇത് റെക്കോർഡാണ്. 2023 12500 കോടി ആയിരുന്നു. അതായത് 10.41 ലക്ഷം കോടി രൂപ. പ്രവാസി പണം നേടുന്നതിൽ മറ്റു രാജ്യങ്ങളെയെല്ലാം ബഹുദൂരം പിന്തള്ളി ഇന്ത്യ തന്നെയാണ് കാലങ്ങളായി ഒന്നാമത്. രണ്ടാമതുള്ള മെക്സിക്കോ 2024 നേടിയത് 6820 കോടി ആയിരുന്നു. മൂന്നാമതുള്ള ചൈനയിലേക്ക് ഒഴുകിയത് 4800 കോടി ഡോളറും. പ്രവാസികളെയും നാട്ടിലെ അവരുടെ കുടുംബങ്ങളെയും നിരാശപ്പെടുത്തുന്നതാണ് US-ന്റെ പുതിയ നികുതി നിർദ്ദേശം. ഇത് നടപ്പായാൽ ഉദാഹരണത്തിന് $1000 നാട്ടിലേക്ക് അയച്ചാൽ അതിൽ നിന്ന് $50 നികുതിയായി US പിടിക്കും. US-ൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള പ്രവാസി പണമൊഴുക്കിൽ 160 കോടി ഇടിവുണ്ടായേക്കാം. അതായത് ഏകദേശം 13600 കോടി രൂപയുടെ ഇടിവ്. ജൂണിലോ ജൂലൈയിലോ നിയമം പ്രാബല്യത്തിലാകുമെന്നാണ് സൂചനകൾ. നിയമം നടപ്പാക്കും മുമ്പ് US-ലെ പ്രവാസികൾ വലിയ തോതിൽ പണം നാട്ടിലേക്ക് അയക്കാനും സാധ്യതയുണ്ട്. റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ട് പ്രകാരം നിലവിൽ ഏറ്റവും അധികം പ്രവാസി പണം നേടുന്നത് മഹാരാഷ്ട്രയാണ്. 20.5%. കേരളത്തിൽ നിന്നാണ് ഒന്നാം സ്ഥാനം മഹാരാഷ്ട്ര പിടിച്ചെടുത്തത്. രണ്ടാമതായ കേരളത്തിലേക്ക് എത്തുന്നത് 2023-24 കണക്ക് പ്രകാരം 19.7%. തമിഴ്നാട്, തെലങ്കാന, കർണാടക, ആന്ധ്രാപ്രദേശ്, ഡൽഹി എന്നിവയാണ് തുടർന്നുള്ള സംസ്ഥാനങ്ങൾ. UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് ഏറ്റവും അധികം പ്രവാസി പണം എത്തുന്നത്. എന്നിരുന്നാലും US-ന്റെ നികുതി നിർദ്ദേശം അമേരിക്കൻ മലയാളികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തെയും ബാധിച്ചേക്കാം. ഇത് കേരളത്തിന് വലിയ തിരിച്ചടിയാകാം.